ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ +2 ഹിന്ദി പരീക്ഷയ്ക്ക് എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങാം എന്നുള്ള കുറച്ച് തന്ത്രങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. 20 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ 20 മിനിറ്റ് സമയത്താണ് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്നത്. കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് ഒരു പെൻസില് കരുതുക. ആ പെൻസിൽ കൊണ്ട് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഒരു ടിക്ക് മാർക്ക് ഇടുക. അങ്ങനെ അറിയാവുന്ന ചോദ്യങ്ങൾക്കെല്ലാത്തിനും ടിക്ക് മാർക്ക് ഇട്ടിട്ട് മുഴുവനും വായിക്കുക. അതിനുശേഷം ഒട്ടും അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു എക്സ് അഥവാ ഇൻറ്റു മാർക്ക് ഇടുക. മൂന്നാമതായി ഞാൻ പറയുന്നത്, അല്പം ആലോചിച്ചാൽ കിട്ടുന്ന ഒരു ഉത്തരമാണ് എങ്കിൽ അവിടെ ടി എന്ന്, ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് അടയാളപ്പെടുത്തുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ, ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിനെ 3 കാറ്റഗറൈസ് ചെയ്യുക. ടിക്ക്, ടി, ഇൻറ്റു, ഇത് 3 തരംതിരിക്കുക. അതിനുശേഷം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ടിക്ക് മാർക്കിട്ട് വെച്ചിരിക്കുന്നത്. കൂൾ ഓഫ് ടൈം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ആദ്യം എഴുതേണ്ട ചോദ്യവും ഉത്തരവും ടിക്ക് മാർക്ക് ഇട്ടിരിക്കുന്നതായിരിക്കണം. അങ്ങനെ ടിക്ക് മാർക്ക് ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എല്ലാം കൃത്യമായിട്ട് അവയുടെ നമ്പർ ഇട്ട് എഴുതിയതിനു ശേഷം അടുത്തതായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ടി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ടി എന്ന് അല്പം തിങ്ക് ചെയ്ത് എഴുതേണ്ടതായതുകൊണ്ടാണ് ടി എന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും ആദ്യം എഴുതേണ്ടത് ടിക്ക് മാർക്ക് ഇട്ട ക്വസ്റ്റ്യന്റെ ആൻസറുകളും അതിനുശേഷം ടി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകളും എഴുതുക. അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റു മാർക്ക് ഇട്ടത്. അതുകൊണ്ട് ഏറ്റവും അവസാനം സമയമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇൻറ്റു മാർക്ക് ഇട്ടത് ആൻസർ ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ. അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കാൻ പാടുള്ളൂ. ഈ 3 രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാറ്റഗറൈസ് ചെയ്യുക. കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം ആദ്യമേ ടിക്ക് മാർക്ക്, അതിനുശേഷം ടി, അതിനുശേഷം ഇൻറ്റു മാർക്കിട്ട് ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് ശ്രമിച്ചു നോക്കുക. എന്തിനാ അങ്ങനെ എഴുതുന്നത്? പേപ്പർ വാല്യൂ എന്ന് അധ്യാപകൻ നോക്കുമ്പോൾ ആദ്യം വരുന്ന എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരങ്ങൾ ആ കുട്ടി നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വാല്യുവേഷന്റെ തുടക്കത്തിലെ തന്നെ നിങ്ങളെക്കുറിച്ച് നല്ല ഒരു ഇംപ്രഷൻ ആ വാല്യുവേറ്ററിന്, ആ അധ്യാപകന്, പേപ്പർ നോക്കുന്ന അധ്യാപകന് ലഭിക്കും. അടുത്ത ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എഴുതിയിരിക്കുന്നത് ടി ആയിട്ട് ഉള്ളതാണ്, അഥവാ അല്പം ആലോചിച്ച് എഴുതിയിട്ടുള്ളതാണ്. അതിനുശേഷം ഒട്ടും അറിയാൻ പാടില്ലാത്തതിന്റെ ആൻസറും നിങ്ങൾക്ക് എഴുതാം. ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നാണ് എന്നൊരു ഊഹം കിട്ടുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ ഏതെങ്കിലുമൊക്കെ ചേരുന്ന തരത്തിലുള്ള ഉത്തരങ്ങൾ എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അവസാനം എഴുതുന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ ശരിയല്ല എങ്കിലും അധ്യാപകൻ അതിന് ഒരല്പം മാർക്കെങ്കിലും ഇടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ 20 മിനിറ്റ് സമയം കൊണ്ട് എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മാത്രമായിരിക്കണം ചിന്തിക്കേണ്ടത്. അങ്ങനെ 3 തരംതിരിച്ച് ക്വസ്റ്റ്യൻ തരംതിരിച്ച് വെക്കുക. അതിനുശേഷം നിങ്ങൾ എഴുതാൻ തുടങ്ങുക. വളരെ സമാധാനപരമായിട്ട് എഴുതാൻ തുടങ്ങുക. ഇൻറ്റു മാർക്ക് ഇടേണ്ടത് ഒട്ടും അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കണം. അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻ അറിയില്ല, അതിന് ആ പരിസരത്തേക്ക് നോക്കേണ്ട ആവശ്യമേ ഉണ്ടാവരുത്. അറിയാവുന്നതെല്ലാം നല്ല വണ്ണം, നല്ല ഹാൻഡ് റൈറ്റിംഗില് അകത്തി നന്നായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് അതിലൂടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പാരഗ്രാഫ് വീതം തയ്യാറാക്കി ഓരോ ചാപ്റ്ററിന്റെ പേരിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അത് വരുന്നതാണ്. അത് നിങ്ങൾക്ക് കണ്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.